ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ മെൻസ് റിയയാണ്. അപ്പോൾ ഈ മെൻസ് റിയ എന്ന് പറഞ്ഞ ടേം എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയിലോ അല്ലാന്നുണ്ടെങ്കിൽ IPCയിലോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വെൽ നോൺ ടേംസ് ആയിട്ടുള്ള ഇൻറ്റൻഷനലി, വോളണ്ടറിലി, ഫ്രോഡുലൻ്റ്ലി, ഡിസ്ഹോണസ്റ്റ്ലി, നോവിംഗ്ലി, ഇതൊക്കെയാണ് BNSൽ ഉപയോഗിച്ചിരിക്കുന്ന വേരിയസ് സെക്ഷൻസ് ഒഫൻസുകളെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഈ ടേംസ് ഉപയോഗിക്കുന്നതോടുകൂടി ദ ഒഫൻസസ് ആർ ഡിഫൈൻഡ് വിത്ത് സഫീഷ്യൻറ്റ് മെൻസ് റിയ റിക്വയർഡ് ടു ട്രീറ്റ് ആൻഡ് ആക്ട് ആസ് എ ക്രൈം. ഒരു ആക്ടിനെ ക്രൈമായിട്ട് കണക്കാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? മെൻസ് റിയ ഉണ്ടായിരിക്കണം. അപ്പോൾ BNSൽ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വോളണ്ടറി ആണ്. സെക്ഷൻ 2 Clause 33 ഓഫ് ദി BNSൻ്റെ അകത്താണ് വോളണ്ടറിയെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. IPCയിൽ സെക്ഷൻ 39 വോളണ്ടറിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വോളണ്ടറി IPCയിലെ സെക്ഷൻ 39 BNSൽ വരുമ്പം 2 Clause 33 പറയുന്നത്. ഒരു വ്യക്തി വോളണ്ടറിലി ഒരു ആക്ട് കോസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ആക്ട് ഡൺ ചെയ്തു എന്ന് കണക്കാക്കാൻ വേണ്ടി കുറച്ച് സാഹചര്യങ്ങൾ അവിടെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? ഹി ഹാസ് ആക്റ്റഡ് ആൻഡ് ഇഫക്റ്റ് ബൈ എനി മീൻസ് വിത്ത് ഇൻറ്റൻഷൻ ടു കോസ് ഇറ്റ്. ഇൻറ്റൻഷനോട് കൂടിയായിരിക്കണം അയാൾ അത് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഹി ഹാസ് കോസ്ഡ് ആൻഡ് ഇഫക്റ്റ് ബൈ മീൻസ് ആൻഡ് അറ്റ് ദ ടൈം ഓഫ് എംപ്ലോയിങ് ദോസ് മീൻസ് ഹി ന്യൂ ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ലി ടു കോസ്. അപ്പോൾ ഒരു വ്യക്തി ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ആക്ട് എംപ്ലോയ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അറിവുണ്ടായിരിക്കണം അവിടെ എന്തൊക്കെ കോസാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്. ഹി ഹാസ് കോസ്ഡ് ആൻഡ് ഇഫക്റ്റ് ബൈ എനി മീൻസ് ആൻഡ് അറ്റ് any time of employing those means he has reason to believe that it is likely to cause. അപ്പോൾ അവിടെ റീസൺ ടു ബിലീവ് ഉണ്ടായിരിക്കണം എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഒരു ആക്ട് കോസ് ചെയ്യുന്ന സമയത്ത്, എംപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഹി ഹാഡ് റീസൺ ടു ബിലീവ്, അവിടെ ബിലീവ് ചെയ്യാനുള്ള റീസൺ ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ലി ടു കോസ്. അവിടുത്തെ ഇഫക്റ്റ് എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ഇതുണ്ടായിരിക്കണം. ഇനി വോളണ്ടറിലി എന്ന് പറയുന്നത് എന്തൊക്കെ കവർ ചെയ്യുന്നു? ഇൻറ്റൻഷനും നോളജും കവർ ചെയ്യുന്നു. ഇറ്റ് ഈസ് എ person has done an act with intention to cause an effect or with the knowledge of the effect resulting from his act. അയാളുടെ ആക്റ്റിൽ നിന്നും റിസൾട്ട് ആവുന്ന ഇഫക്റ്റ് എന്താണെന്നുള്ള നോളജ് ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. ഒരു ഇഫക്റ്റ് കോസ് ചെയ്യാനുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. പിന്നെ വോളണ്ടറിലി ചെയ്യുക. നമുക്കിപ്പോൾ വോളണ്ടറിലി ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? അയാൾക്ക് അറിയാം എന്താണ് അയാൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം. എക്സാമ്പിൾ, എ സെറ്റ് ഫയർ അറ്റ് നൈറ്റ് ടു ആൻ ഇൻഹിബിറ്റഡ് ഹൗസ് ഫോർ ദി പർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് റോബറി നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു വീട്ടിലേക്ക് എന്തോ ചെയ്തു? ഫയർ രാത്രിയിൽ ഇട്ടു. അവിടെ എന്തു ചെയ്തു? ഒരു വ്യക്തിയുടെ മരണം കോസ് ചെയ്തു. അപ്പോൾ ഈ കോസ് ചെയ്തത് എങ്ങനെയാണ്? വോളണ്ടറിലി ആണ്. ഇനി ഡിസ്ഹോണസ്റ്റ്ലി എന്ന് പറയുന്നത് സെക്ഷൻ 2 Clause 7 അകത്താണ് ഡിസ്ഹോണസ്റ്റ്ലിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. IPCയിൽ സെക്ഷൻ 24 ഡിസ്ഹോണസ്റ്റ്ലി എന്ന് പറഞ്ഞ ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ആക്ട് കമ്മിറ്റ് ചെയ്തത് ഇൻറ്റൻഷനോട് കൂടിയായിരിക്കണം. ഒരു റോങ്ഫുൾ ഗെയിൻ കിട്ടുന്നതിന് വേണ്ടിയായിരിക്കണം അവിടെ ഒരു ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. പിന്നെ ഇൻറ്റൻഷനോട് കൂടിയായിരിക്കണം മറ്റൊരു വ്യക്തിക്ക് റോങ്ഫുൾ ലോസ് ഉണ്ടാക്കിക്കൊണ്ട് ഈ കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു റോങ്ഫുൾ ഗെയിൻ ഉണ്ടാക്കുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയായിരിക്കണം ആ ഒരു ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. പേഴ്സൺ ഹു ഹാസ് ഗെയിൻഡ് ദ പ്രോപ്പർട്ടി ഷുഡ് നോട്ട് ബി ലീഗലി എൻറ്റൈറ്റിൽഡ് ടു ഇറ്റ്. ഒരു പേഴ്സണ് ഒരു റോങ്ഫുള്ളായിട്ടൊരു കാര്യം ഗെയിൻ ചെയ്ത, ഒരു പ്രോപ്പർട്ടി ഗെയിൻ ചെയ്ത അയാളായിരിക്കത്തില്ല അതിൻ്റെ ലീഗലി എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു ഹാസ് ലോസ്റ്റ് ദ പ്രോപ്പർട്ടി ഷുഡ് ബി ലീഗലി എൻറ്റൈറ്റിൽഡ് ടു ഇറ്റ്. ആരുടെ പ്രോപ്പർട്ടിയാണോ നഷ്ടപ്പെട്ടത് അയാൾക്കായിരിക്കും ആ പ്രോപ്പർട്ടിയിൽ ലീഗൽ എൻറ്റൈറ്റിൽമെൻറ്റ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു കള്ളൻ ഒരു പ്രോപ്പർട്ടി മോഷ്ടിച്ചുകൊണ്ട് വന്നു എന്ന് വെച്ചിട്ട് ആ പ്രോപ്പർട്ടി എന്താവുന്നില്ല? ആ കള്ളൻ്റെ പ്രോപ്പർട്ടി ആകുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു റോങ്ഫുൾ ഗെയിൻ, ഈ ആരാണോ അവിടെ ഒരു ആക്ട് കോസ് ചെയ്യുന്നത് അയാൾക്കൊരു റോങ്ഫുൾ ഗെയിനും, ആർക്കാണോ ആരുടെ പ്രോപ്പർട്ടിയാണോ എടുത്തത് അയാൾക്കൊരു റോങ്ഫുൾ ലോസ് ഉണ്ടാക്കുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയായിരിക്കണം ഇവിടെ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇസഡിൻ്റെ വീട്ടിൽ നിന്നും ഇസഡിൻ്റെ ടേബിളിൽ ഇരുന്ന ഒരു മോതിരം എ കാണുന്നു. എന്നിട്ട് എക്സിൻ്റെ പൊസഷനിലുള്ള റിങ് ആണ് അത്. എന്തോ ചെയ്തു? ഇസഡിൻ്റെ പൊസഷനിൽ നിന്നും ഇസഡിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു റോങ്ഫുൾ ഗെയിൻ എയ്ക്കുണ്ടാകുന്നു, ഒരു റോങ്ഫുൾ ലോസ് അവിടെ ഇസഡിനുണ്ടാകുന്നു.
ഇതെന്താണ്? ഡിസ്ഹോണസ്റ്റ്ലി ആണ്. ഇനി റോങ്ഫുൾ ഗെയിൻ ആൻഡ് റോങ്ഫുൾ ലോസ് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 2 clause 36 അകത്തും 2 clause 37 അകത്തുമാണ് റോങ്ഫുൾ ഗെയിനെ പറ്റും റോങ്ഫുൾ ലോസിനെ പറ്റിയും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി റോങ്ഫുൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ബൈ അൺലോഫുൾ മീൻസ് ഓഫ് പ്രോപ്പർട്ടി ടു വിച്ച് ദ പേഴ്സൺ ഗെയിനിങ് ഈസ് നോട്ട് ലീഗലി എൻറ്റൈറ്റിൽഡ്. ലീഗലി എൻറ്റൈറ്റിൽ ആകാത്ത ഒരു വ്യക്തി മറ്റൊരാളുടെ പ്രോപ്പർട്ടി അൺലോഫുൾ മീൻസോട് കൂടി നേടിയെടുക്കുന്നു. റോങ്ഫുൾ ലോസ് എന്ന് പറയുന്നത് എന്താണ്? അൺലോഫുൾ മീൻസോട് കൂടി അങ്ങനെ മറ്റൊരു വ്യക്തി ഒരു പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിക്ക് എന്താകുന്നു? വേറൊരു വ്യക്തിക്ക് ആരുടെ പ്രോപ്പർട്ടി ആണോ എടുത്തത് ആ വ്യക്തിക്ക് ഒരു റോങ്ഫുൾ ലോസ് ഉണ്ടാകുന്നു. ഇൻ ഓർഡർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് റോങ്ഫുൾ ഗെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഒരു വ്യക്തി. അതുപോലെ തന്നെ ഷുഡ് ഗെയിൻ ദ പ്രോപ്പർട്ടി ബൈ അൺലോഫുൾ മീൻസിലായിരിക്കണം ആ പ്രോപ്പർട്ടി ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ലീഗലി എൻറ്റൈറ്റിൽ ചെയ്തിട്ടുണ്ടാവാൻ വേണ്ടിയും പാടില്ല. റോങ്ഫുൾ ലോസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? അവിടെ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിക്ക് ഒരു ലോസ് കോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ലോസ് എന്ന് പറയുന്ന അൺലോഫുൾ മീൻസിലായിരിക്കണം ഉണ്ടാക്കിയിരിക്കുന്നത്. പേഴ്സൺ സഫർ ലോസ് ഓഫ് പ്രോപ്പർട്ടി ഷുഡ് ബി ലീഗലി എൻറ്റൈറ്റിൽഡ് ടു ഇറ്റ്. ആർക്കാണോ അവിടെ ലോസ് ഉണ്ടായിരിക്കുന്നത് ആ വ്യക്തി ആയിരിക്കണം ആ പ്രോപ്പർട്ടിക്ക് ലീഗൽ എൻറ്റൈറ്റിൽമെൻ്റ് ഉള്ളത്. മനസ്സിലായോ? ഇപ്പോൾ എൻ്റെ ഒരു പ്രോപ്പർട്ടി ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ ഓണർ. ഓക്കെ, അവിടെ എനിക്കൊരു ലോസ് ഉണ്ടാകുന്നു. അപ്പോൾ അത് സാധനം കൊണ്ടുപോയ ആൾക്ക് എന്തോ ഉണ്ടാകുന്നു? അവിടെ റോങ്ഫുൾ ഗെയിൻ ഉണ്ടാകുന്നു. ഇനി ഈ വ്യക്തി ഇത് എടുത്തുകൊണ്ട് പോയത് അൺലോഫുൾ മീൻസോട് കൂടിയും ആയിരിക്കണം. ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഇനി ഗെയിനിങ് റോങ്ഫുള്ളി ആൻഡ് ലൂസിങ് റോങ്ഫുള്ളി സെക്ഷൻ 2 clause 38 അവിടെ പറയുന്നത്. ഗെയിനിങ് റോങ്ഫുള്ളി, ലൂസിങ് ഗെയിൻഫുള്ളി എന്ന് പറയുന്ന വേർഡ്സ്. റോങ്ഫുള്ളി എന്ന് പറയുന്നത് രണ്ട് സാഹചര്യത്തിലാണ്. അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം? റോങ്ഫുള്ളി ഒരു പ്രോപ്പർട്ടി റിറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. റോങ്ഫുള്ളി ഒരു വ്യക്തി അത് അക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി റോങ്ഫുൾ ലോസ്റ്റ് എന്ന് പറയുന്നത് റോങ്ഫുള്ളി കെപ്റ്റ് ഔട്ട് ഓഫ് എനി പ്രോപ്പർട്ടി, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കണം. റോങ്ഫുള്ളി ഒരു പ്രോപ്പർട്ടി ഡിപ്രൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇതാണ് സാഹചര്യം. സിമ്പിളാണ്, നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇനി ഫ്രോഡുലൻ്റ്ലി എന്ന് പറയുന്നത് സെക്ഷൻ 2 clause 9 ഓഫ് ദ BNSൻ്റെ അകത്താണ് ഫ്രോഡുലൻ്റ്ലി ഡിഫൈൻ ചെയ്യുന്നത്. ഫ്രോഡുലൻ്റ്ലിയുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒരു ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മറ്റൊരു വ്യക്തിയെ ചതിക്കുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയായിരിക്കണം. ആ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയെ എന്തായിരിക്കണം? ഡീഫ്രോഡ് ചെയ്യുക. ടു ബി ഡീഫ്രോഡ് അനദർ ആൻഡ് നോട്ട് അതർവൈസ്. ഒരാളെ ചതിക്കുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രോഡുലൻ്റ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിലുള്ളത്. നമ്മൾ അടുത്ത ടോപ്പിക്കിൽ BNSൻ്റെ മറ്റൊരു ചാപ്റ്റർ കവർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.